സൂപ്പർ ഹിറ്റായിട്ടുള്ള 90സിലെ സിനിമകളാണ് പലപ്പോഴും ബാക്ക് ടു 90സിൽ നമ്മൾ ചർച്ചയ്ക്കായി എടുക്കുന്നത്. പക്ഷേ ഇന്ന് ഒരു പരാജയ ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗുരു ഓസ്കാർ എൻട്രി കിട്ടിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ സിനിമയാണ് ഗുരു. പക്ഷെ സിനിമ ഒരു പരാജയമായിരുന്നു. വർഗീയതയും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പൊക്കെ ഇപ്പോൾ രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗുരു എന്ന് പറയുന്ന ഒരു സിനിമ, അതായത് 1997 റിലീസ് ചെയ്ത ഗുരു വീണ്ടും 4K റിലീസായി വരണം എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിലും പല സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്നുണ്ട്. നല്ല സന്ദേശം തരുന്ന സിനിമയാണ് ഗുരു എന്നൊക്കെയാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ട സിനിമയാണ്. അത് കാണുന്ന സമയത്ത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥങ്ങളും ബാക്കി ചർച്ചകളൊക്കെ വരുമ്പോഴാണ് ഇതെന്താണ് സിനിമ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. നല്ല സന്ദേശം നൽകുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞ രീതിയിലേക്ക് സിനിമ ആൾക്കാർ വരുന്നുണ്ടെങ്കിലും അതിലെ സന്ദേശങ്ങൾ നല്ലതാണോ അല്ലയോ എന്നുള്ള ചർച്ചകളും ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ആ ചർച്ചകൾ അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാജീവ് അഞ്ചലാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. കൺട്രി ഓഫ് ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു ചെറുകഥയെ ആസ്പദമാക്കിയിട്ട് ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് ഗുരു എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് സംസാരിക്കുന്ന അതിൻ്റെ ഇൻഡെപ്ത് ആ സിനിമയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങൾ പലതരത്തിലാണ്. നമുക്കത് വ്യാഖ്യാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സിനിമ മുന്നോട്ട് വെക്കുന്നത് ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക്, നാളത്തെ തലമുറയ്ക്കുള്ള ഒരു മെസ്സേജാണ് ഈ സിനിമ എന്ന് പറയുന്ന ഡിസ്ക്ലെയിമറോട് കൂടിയാണ് ആ സിനിമ വരുന്നത് പോലും. പക്ഷേ ഇന്ന് ആ സിനിമ എത്തിക്കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ശതമാനം പോലും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം കുറച്ചുകൂടിയും ടെക്നിക്കൽ വശം നമുക്ക് VFXും കാര്യമൊക്കെ കൂടുതൽ എലാബറേറ്റ് ആയിട്ട് ഉപയോഗിക്കാമെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാമെങ്കിലും ആ കഥ, ആ ആശയം, അതിൻ്റെ അന്തസത്ത് അത് ഇപ്പോഴത്തെ ജനറേഷന് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അന്ന് മതത്തിൻ്റെ അന്തസത്ത എന്താണ് എന്ന് തിരിച്ചറിയണം എന്നായിരുന്നു ആ സിനിമയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്. മതം തെറ്റാണ് എന്നല്ല, മതത്തിൻ്റെ അകത്തുള്ള എല്ലാ മതത്തിൻ്റെയും അന്തസത്ത എന്താണെന്നുള്ളതാണ്. എല്ലാ മതങ്ങളും നിലകൊള്ളുന്നത് ഭൂമിയിൽ സ്നേഹം, ശാന്തി, സമാധാനം അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ മതത്തിൻ്റെ അന്ധത മാറാനുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് മതം വേണ്ട, തെറ്റാണ് എന്ന് പറയുന്ന സ്ഥിതിയിലുള്ള സമയത്ത് ഈ റീ റിലീസിങ് പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ആൾക്കാർ എടുക്കുക എന്നുള്ളതും കൂടിയുള്ളൊരു എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ സിനിമ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ സിനിമ സംഭവിക്കുന്ന കാലം, അത് കൊണ്ടുവരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ആ ജനറേഷന്. കാരണം നമ്മുടെ 90s, നമ്മുടെ ബാക്ക് ടു കുട്ടിക്കാലം എടുത്തു കഴിഞ്ഞാൽ തന്നെ പേനകൾ കൊണ്ട് യുദ്ധം ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ മോഡലായിട്ട്. നമ്മൾ അങ്ങനെയാണ് പഠിച്ചതും വളർന്നതൊക്കെ. ഒരു പേനയുണ്ടെങ്കിൽ ലോകത്തെ മാറ്റാൻ പറ്റും എന്ന് പറയുന്ന ഒരു കാലത്ത് ഇങ്ങനൊരു സിനിമ ആ കാലത്ത് ഒരു പക്ഷേ നല്ലൊരു മെസ്സേജ് കൊടുക്കായിരുന്നു. പക്ഷെ എന്നിട്ട് ആ സിനിമ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അല്ല, എനിക്ക് തോന്നുന്നത് പരാജയപ്പെടാനുള്ള പ്രധാന കാരണത്തിലൊന്ന് അതിൻ്റെ അകത്ത് ഭയങ്കരമായ അന്തസത്ത ഉണ്ടാവാം, അല്ലെങ്കിൽ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിനിമയായിരിക്കണം അത്. കാരണം അതുകൊണ്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ പുറംമോടി മാത്രമാണ് ആ കാലത്ത് നോക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഫേസ്ബുക്ക് വന്ന സമയത്ത് അതിൽ ആൾക്കാർ എഴുതിയിടുന്നതും ഇതൊക്കെ വായിക്കുമ്പോഴോ ഇതിന് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ സംവിധായകനോ അല്ലെങ്കിൽ അണിയർ റിപ്പോർട്ടുകൾ പറയുമ്പോഴാണ് ഇതിന് ഇങ്ങനത്തെ അർത്ഥങ്ങളുണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ചിലപ്പോൾ വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം സിനിമ പരാജയപ്പെടാനുള്ള കാരണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. ആ കാലത്ത് നമുക്ക് ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മോഹൻലാലിൻ്റെ ഇമാജിനറി വേൾഡ് കാണുന്ന ആ അന്ധതയുടെ ലോകത്തെക്കുറിച്ചുള്ളതാണല്ലോ നമുക്ക് ആദ്യം. അപ്പോൾ ആ ഈ നാട് എന്ന് പറയുന്നത് അന്ധന്മാരുടെ ആ നാടും അവിടെയുള്ള ആ ഒരു മരം സെറ്റ് ചെയ്തത് പോലും ആണെങ്കിലും ആ ലൊക്കേഷൻ വളരെ അതിന്റെ കോസ്റ്റ്യൂം മേക്കപ്പ് ഒക്കെ ഭയങ്കര അത് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കോസ്റ്റ്യൂം പട്ടണം റഷീദാണ് മേക്കപ്പ്. SB സതീഷ് ആയിരുന്നു അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ. അതിനെക്കുറിച്ചൊക്കെ കുറേ കഥകൾ, ബാക്ക് സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. പട്ടണം റഷീദ് അതിന്റെ കളറിങ് സൂപ്പർ അല്ലേ? അതിൻ്റെ ഒരു കളറിങ് കണ്ടിട്ടുണ്ട്. ഒരു മണ്ണിൻ്റെ കളറാണ്. അന്ധതയുടെ അധികം വെളിച്ചമില്ലാത്ത ഒരു കളറിങ് ആണ് അതിൻ്റെ ഓരോ ഫ്രെയിമിലും വന്നിട്ടുള്ളത്. കാഴ്ചയില്ലാത്തവരുടെ കണ്ണുകൾ ബ്രൈറ്റ് ചെയ്ത് നിൽക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മേക്കപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് പട്ടണം റഷീദിന് അതിൻ്റെ കോസ്റ്റ്യൂമിനെ കുറിച്ചിട്ട് കോസ്റ്റ്യൂമർ സതീഷ് പറഞ്ഞൊരു കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കോയമ്പത്തൂർ ഈറോഡ് എത്തിയിട്ടാണ് ഇതിൻ്റെ
കോസ്റ്റ്യൂം അതിന് വേണ്ടിയിട്ട് കുറേ റിസർച്ച് നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. സതീഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ പുതപ്പിൻ്റെ വേസ്റ്റ് വരുന്ന തുണികളുണ്ടല്ലോ, തറി, അത് വെച്ചിട്ടാണ് അത്ര ആ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത്. അതിന് പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാധനം 1500 സ്ക്വയർ ഫീറ്റ് തുണി എങ്ങാണ്ട് വേണ്ടിയിരുന്നു, അത്രയും വേണമല്ലോ. അത് ഇത്രയും ബണ്ട് ഓഫ് തുണി വെച്ചിട്ട് ഇത് ചെയ്യുന്ന ഈ തുണി ഒക്കെ ഈ സതീഷിൻ്റെ റിസ്കിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ്യൂം ഡിസൈനർ സതീഷിൻ്റെ റിസ്കിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സംവിധായകൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം സിനിമയുടെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ആ സ്വന്തം റിസ്കിൽ അത് ചെയ്യുമ്പോൾ അന്നത്തെ ആ കഷ്ടപ്പെടുന്ന വെച്ചാൽ ആ ഡ്രസ്സിന് ഈ മണ്ണിൻ്റെ കളറ് വേണമെന്ന് പറഞ്ഞിട്ട് ആ കളർ മാച്ച് ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രയാസവും, അത് സ്വന്തം റിസ്കിൽ അത് ചെയ്യുമ്പോഴുള്ള ഒരു ഇത്രയും വലിയൊരു ബഡ്ജറ്റ് സിനിമ, അതിനുവേണ്ടി അത്രയും റിസർച്ച് ചെയ്യുന്നു, സംവിധായകൻ്റെ അസാന്നിധ്യത്തിൽ കോസ്റ്റ്യൂം ഡിസൈനർ തന്നെ എല്ലാം ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷനും കാര്യവും സമ്മർദ്ദമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് സതീഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തൻ്റെ ഒരു അറിവും ഇല്ലാണ്ട് സതീഷ് ചെയ്തിട്ടും രാജീവ് അഞ്ചലിനെ അത്രയും തൃപ്തിപ്പെടുത്തിയ ഒരു കോസ്റ്റ്യൂമായിരുന്നു. കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചു എന്നാണ് സതീഷ് പറഞ്ഞിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല എൻ്റെ പാട്ടുകളും നല്ല പാടല്ലേ, ഒന്ന് ദേവസംഗീതം നീയല്ലേ, പിന്നെ ഗുരുശരണം ചരണം, അങ്ങനെ നല്ല പാട്ടുകൾ. ആ പാട്ടിലും അതിൻ്റെ മ്യൂസിക്കിൽ തന്നെ എന്തോ ഒരു അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്. ഇളയരാജയാണ് സംഗീത സംവിധായകനും. ഹംഗേറിയൻ റേഡിയോ ഓർക്കസ്ട്രയിലുള്ള ബുഡ്പെസ്റ്റ് സിംഫണി ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പാട്ടാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വെസ്റ്റേൺ രാജ്യത്ത് ആണ് ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് അങ്ങനെ വെസ്റ്റേൺ ഇന്ത്യക്ക് പുറത്തൊരു പശ്ചാത്തല സംഗീതം കൊണ്ടുപോകുന്ന ആദ്യത്തെ സിനിമ ഇളയരാജയുടെ. ഇതിനകത്തുള്ള പാട്ടൊക്കെ നമ്മൾ ഈ പറയും പോലെ ദേവസംഗീത നീയൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു. വർണ്ണങ്ങൾ കാണാൻ കഴിയാതെ, അതിലെ വരികൾ നല്ല രസമാണ്. അതായത് നമ്മൾ കളറ് കാണാതെയാണ് പ്രണയിക്കുന്നത്, വർണ്ണങ്ങളില്ലാതെയാണ് പ്രണയിക്കുന്നത്. ആ ഒരു വേദന, ആ ഒരു സന്തോഷം എല്ലാം ആ ഒരു പാട്ടിൽ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു കളറ് എന്ന് പറയുന്നത് അത് വളരെ മനോഹരമായിട്ടുള്ള. പിന്നെ ഇതിന് കുറേ രഹസ്യങ്ങൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലാമപ്പഴം, ഈ മതമായിട്ട് ഇതൊരു സിംബോളിക് ആയിട്ടുള്ള പടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മൾ പറയാൻ വിട്ടുവരുക, സിനിമ ഒരു സിംബോളിക് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഈ സിനിമ പെട്ടെന്ന് ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുക. അങ്ങനെ ഒരു സിമ്പലാണ് ഈ ഇലാമപ്പഴം. ആ ഇലാമപ്പഴം എന്താണെന്നറിയോ? പപ്പായയുടെ ഒരു മോഡിഫൈ ചെയ്തിട്ടാണ് ഇത് ഇലാമ പഴമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവർ ഉപയോഗിച്ച കോസ്റ്റ്യൂം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഉപയോഗിക്കുന്ന ഒരു തലപ്പാവ് ഇവിടെ ഇങ്ങനെ അടഞ്ഞിട്ടുള്ള ഒരു ഇതായിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് കേൾവി ശക്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഡിസൈൻ ചെയ്താണ് അത്ര അവർ വെക്കുന്ന ആ തലപ്പാവ്. പിന്നെ ഇതിനകത്ത് നമുക്ക് നെഗറ്റീവ് പറയാമെന്നുണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിൽ കാവേരി ഉറങ്ങുന്ന കാവേരിയുടെ അന്തപുരത്തിലേക്ക് ഈ മോഹൻലാലും മധുപാലിനെയും കൂട്ടിയിട്ട് വരുമ്പോൾ അവിടെ തീപ്പന്തങ്ങൾ കുത്തിവെച്ചതായിട്ട് കാണാം. ഈ അന്ധന്മാർക്ക് എന്തിനാണ് വെളിച്ചം? ആ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല, പക്ഷെ അത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് സുരേഷ് ഗോപിയെന്നും ആ ഒരു ഈ ഇതിലേക്ക് നമ്മളൊരു ആക്ഷൻ ഹീറോ എന്നുള്ള ഇതിലേക്ക് വരുമ്പോൾ കുറേ കഥാപാത്രങ്ങൾ അതിലുണ്ട്. ഈ നാസറിൻ്റെ ഒക്കെ ചെറിയൊരു ഷോട്ടിലൊക്കെ നാസർ വന്നിട്ട്, ഇപ്പം തമിഴ്നാട് നാസറൊക്കെ മറ്റേ ശ്രീനിവാസനുണ്ട്. പക്ഷെ നമുക്കത് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുപാലൻ, ആ പാട്ടും കാവേരിയും മോഹൻലാലും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ. സുരേഷ് ഗോപിനെ പോലും പെട്ടെന്ന് റിമൈൻഡിൽ വരുന്നില്ല, അല്ലെ രാജാവാണെന്ന് പറയുമ്പോൾ. അത് മാത്രമല്ല മോഹൻലാലിൻ്റെ പിന്നെ ആദ്യമുള്ള ജീവിതങ്ങളൊന്നും നമ്മളെ മൈൻഡിലുണ്ടാവില്ല. സിനിമ കണ്ണ് കാണാത്ത ആ ലോകം, അവരുടെ ആ ഒരു വസ്ത്രം, അവരുടെ രൂപം മാത്രം നമുക്ക് മൈൻഡിലുണ്ടാകത്തുള്ളൂ. പിന്നെ ഈ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ സിനിമ റിലീസായിട്ടുള്ളത് ചന്ദ്രലേഖ എന്ന് പറയുന്ന സിനിമേൻ്റെ ഒപ്പരാണ്. അത് അപ്പോൾ ഇതുപോലെ മനസ്സിലാവാത്തൊരു സിനിമ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ അത്, പിന്നെ ഗീതോപദേശം നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. ഇതൊരു ഉപദേശമാണെന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആൾക്കാർക്ക് അത് അംഗീകരിക്കാനുള്ളൊരു പാട് ഉണ്ടാവും. പിന്നെ ഹിന്ദു മതത്തിലെ ആൾദൈവങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന അതൊരു വിവാദമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ആ സിനിമ സംഭവിക്കുന്ന കാലത്ത് ശാന്തിഗിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശ്രമവും അവിടെ ഗുരു എന്ന് പറഞ്ഞിട്ട് ഒരു ആൾദൈവം ഉണ്ടായിരുന്നു അത്രേ. അപ്പം ഇദ്ദേഹത്തിന്
ഗുരുവിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്തത്, ആൾ ദൈവത്തെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമയാണെന്ന് പറഞ്ഞിട്ട് അതൊരു വിവാദമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഈ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ, അതായത് വിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഭക്തിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പടമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് ഈ കാലത്തിൽ ഈ 4K റിലീസ് ഇതിന് എത്രത്തോളം അനിവാര്യമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം മതമേ ഇല്ല എന്ന് പറയുന്നിടത്തേക്ക് മതമുണ്ട്, അതിൻ്റെ അന്തസത്ത എന്താണെന്ന് തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അത് എത്രത്തോളം അംഗീകരിക്കും എന്ന് പറയാം. ജനറേഷൻ മതം വേണ്ട എന്ന് പറയുന്നിടത്ത് ആ മതത്തിൽ അന്തസത്ത എടുക്കണം എന്ന് പറയാൻ രണ്ട് വിപരീത അർത്ഥമാണ്, രണ്ട് വിപരീത അർത്ഥമാണ് വരുന്നത്. പക്ഷേ നല്ല മനസ്സ് വെച്ച് ഈ സിനിമയെ സമീപിക്കുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ നെഗറ്റീവ് സൈഡൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഈ സിനിമയെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണും മനസ്സും തുറന്ന് കാണണം. അപ്പോഴാണ് ഗുരു എന്ന സിനിമയുടെ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്.